അത്യുന്നതനും കാരുണ്യവാനുമായ ത്രിയേക സ്തുതി. അഗാപ്പെ ചാനലിലേക്ക് നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 28-ാം തിരുവചനം. നീ അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. തോമസ് പറഞ്ഞു, എന്റെ കർത്താവേ, എന്റെ ദൈവമേ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, മാർത്തോമ നസ്രാണികൾ എന്ന് അഭിമാനിക്കുന്ന നമ്മളെ, ഈ കൊച്ചു കേരളത്തിന്റെ മക്കൾ ഇന്ന് സകല രാജ്യങ്ങളിലും എത്തിപ്പെട്ടിരിക്കുന്നു. സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും അവർ ഒന്നിച്ചു കൂടുകയും കർത്താവിനെ സ്തുതിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നാട്ടിലൊക്കെ ആളുകൾ കുറഞ്ഞു പോയെന്ന് പറഞ്ഞെങ്കിലും ഇതൊരു കർത്താവിന്റെ പദ്ധതിയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ അതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കത്തോലിക്ക സഭയിലെ ഏത് രീതിയിലാണെങ്കിലും വ്യത്യസ്ത രീതികളിൽ ശുശ്രൂഷ ചെയ്യുന്നത് എവിടെയും നമ്മുടെ കേരളത്തിന്റെ മക്കളായ മലയാളികളായ വൈദികരാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാലം എത്ര പുരോഗമിച്ചാലും ആധുനിക രീതികൾ എത്ര ആയാലും കർത്താവ് സ്ഥാപിച്ച പരിശുദ്ധ കുർബാനയും പൗരോഹിത്യത്തിന്റെയും മഹത്വം ഒരിക്കലും അവസാനിക്കുകയില്ല. നമുക്കറിയാം, ഈ നിത്യസത്യങ്ങളെ കർത്താവ് സ്ഥാപിച്ച പരിശുദ്ധ കുർബാനയെ പോലും അതിശയിപ്പിച്ചും വളരെ സരസമായും ഒക്കെ അവതരിപ്പിച്ചുകൊണ്ട് ചില സോഷ്യൽ മീഡിയകളിൽ പല കാര്യങ്ങളും കാണുന്നുണ്ട്. അതിലൊക്കെ വേദനാജനകമായ ഒരു കാര്യം, നമ്മുടെ സഭയുടെ മക്കളുടെ ചില വ്യക്തികളെ സഭയ്ക്കും വൈദികനും ഒക്കെ എതിരായിട്ട് സംസാരിക്കുന്നത് കേൾക്കാം. എന്നാൽ നമുക്ക് ചിന്തിക്കാം, വേറെ ഏത് സമൂഹമാണ് അവരുടെ സമൂഹത്തിൽ കുറ്റപ്പെടുത്തി പരസ്യമായിട്ട് പറയുന്നത്? ആരെങ്കിലും സ്വന്തം കുടുംബത്തിലെ ഒരു വ്യക്തിക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കിയാൽ അത് മറ്റുള്ളവരോട് വിളിച്ചു പറയുമോ? ഒരിക്കലും ഇല്ല. നമ്മളെ ഈ കത്തോലിക്ക സഭയിലെ, പ്രത്യേകിച്ച് കേരള സഭയിലെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന അനുഭവങ്ങളെ കുറിച്ച് കാണുമ്പോൾ പ്രായമായവർക്കൊക്കെ വളരെ വിഷമമുണ്ട്. നമുക്കറിയാം, നമ്മുടെയൊക്കെ ചെറുപ്പത്തിലെ പരിശുദ്ധ കുർബാനയുമായിട്ടൊരു വൈദികൻ രോഗികൾക്ക് കൊടുക്കുന്നതിന് വേണ്ടി പോയാൽ അന്ന് അത് പതിവായിരുന്നു. നമ്മുടെ ഏത് അവസ്ഥയിലാണെങ്കിലും, ഏത് കല്ലും മുള്ളും നിറഞ്ഞ അവസ്ഥയിലാണെങ്കിലും നമ്മളവിടെ മുട്ടുകുത്തും. എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ട് പറയുവാണ്, ഒരു നിക്കറിട്ട് നടക്കുന്ന കാലത്തെ കുർബാനയും കൊണ്ട് അച്ഛൻ വന്നപ്പോളെ ചെളിയുള്ള സ്ഥലത്താണ് ഞാൻ നിന്നിരുന്നത്. എൻ്റെ അപ്പം പറഞ്ഞു, എടാ അവിടെ മുട്ടുകുത്താന്ന് പറഞ്ഞു മുട്ടുകുത്തിച്ചു. അതായിരുന്നു അന്നത്തെ അവസ്ഥ. പ്രിയപ്പെട്ടവരെ, കാലം എത്ര മാറിയാലും നമ്മൾ പൗരോഹിത്യത്തിന്റെ മഹത്വവും പരിശുദ്ധ കുർബാനയുടെ മഹത്വവും മനസ്സിലാക്കി വേണം നമ്മൾ ജീവിക്കാൻ. നമുക്കറിയാം, ആദ്യത്തെ പുരോഹിതനായിട്ട് നിയമിക്കപ്പെടുന്നത് പ്രഭാഷണന്റെ പുസ്തകം 45-ാം അധ്യായം 16-ാം മുതൽ നമുക്ക് വായിക്കാൻ സാധിക്കും. പാവപരിഹാര ബലിക്ക് വേണ്ടിയും മനുഷ്യന്റെ പാവങ്ങൾ പരിഹാര ബലി അർപ്പിക്കുന്നതിന്, ജനത്തെ ആശീർവദിക്കുന്നതിന് ദൈവം തിരഞ്ഞെടുത്തത് അഹറോനെയാണ്. എന്നാൽ അഹറോനും മോശയ്ക്കുമെതിരെ തിരിഞ്ഞ ജനത്തിന് എന്ത് പറ്റിയെന്ന് നമുക്കറിയാം. ഓറഹിന്റെ നേതൃത്വത്തിൽ 250 പേര് കർത്താവിനും ഈ സമൂഹത്തിനും എതിരെ തിരിഞ്ഞപ്പോഴേ പുരോഹിതരെ ചോദ്യം ചെയ്തപ്പോഴേ, മോശയെ ചോദ്യം ചെയ്തപ്പോഴേ ആ 250 പേരും ഈ ഭൂമി വിഴുങ്ങിക്കളഞ്ഞു എന്നാണ് നമ്മുടെ സംഖ്യയുടെ പുസ്തകം 16-ാം അധ്യായം നമുക്ക് വായിക്കുന്നത് മനസ്സിലാവും. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ പഴയ കാര്യങ്ങളാണെന്ന് പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാൻ സാധിക്കുകയില്ല. കാരണം ചെറുപ്പം മുതലേ ദേവാലയത്തോടും വൈദികരോടും ചേർന്നൊന്നും ജീവിക്കുവാൻ
ദൈവം എനിക്ക് അവസരം തന്നു. എൻ്റെ അനുഭവം ഉള്ളത് കൊണ്ടാണ് പല കാര്യങ്ങളും ഞാനിങ്ങനെ ഇടയ്ക്ക് പറയുന്നത്. പുരോഹിതനെതിരെ കൈ ചൂണ്ടിയ അവർക്ക് അങ്ങനെ സംഭവിച്ചെങ്കിൽ ഇന്ന് നമുക്കറിയാം, ചെറിയൊരു കാര്യം ഉണ്ടായാൽ മതി ഉടനെ ചില വ്യക്തികളെ പള്ളിക്ക് പട്ടക്കാർക്ക് തിരിയുകയാണ്. അവിടെ ഒരു സമ്മേളനത്തിലെ ഒരു അഭിപ്രായം പറയുന്നത്, അച്ഛനത് അംഗീകരിച്ചില്ലെങ്കിൽ അച്ഛനോട് പിണക്കമായി, പിന്നെ വേറെ പള്ളി അന്വേഷിച്ചു പോകുന്നു, അച്ഛനെതിരെ ഇങ്ങനെ പ്രസംഗങ്ങൾ നടത്തുന്നു. ഇതൊക്കെ ഒത്തിരി കാര്യങ്ങൾ കേട്ടിട്ടുള്ള വ്യക്തിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, എനിക്ക് എൻ്റെ ശബ്ദം പോയി കഴിഞ്ഞ് ചില ആത്മീയ കാര്യങ്ങളിൽ അറിയുവാനും അങ്ങനെ ഞങ്ങളുടെ കോട്ടയത്തുണ്ടായിരുന്ന ഒരു ദൈവികാരുണ്യ പ്രേക്ഷിത സമൂഹത്തിലും അവിടെയുള്ള ഒരു പ്രാർത്ഥന വികാസ് പ്രയർ ഗ്രൂപ്പിലൊക്കെ പ്രവർത്തിക്കാനും കൂടാനും സാധിച്ച് ഒത്തിരി ഭവനങ്ങൾ സന്ദർശിക്കാനും ഒത്തിരി ആളുകളെ പരിചയപ്പെടാനൊക്കെ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ അനുഭവങ്ങൾ കേൾക്കുന്നത് കൊണ്ടൊക്കെയാണ് ഞാൻ ഇങ്ങോട്ട് പറയുന്നത്. അങ്ങനെ ചെറിയ പ്രശ്നങ്ങൾ വലുതാക്കി കൊണ്ട് പുരോഹിതരായ വ്യക്തിത്വത്തെ തന്നെ അവമാനിക്കുന്ന സംസാരിക്കുന്നുണ്ട്. അവർക്കൊക്കെ പിന്നീട് എന്ത് സംഭവിക്കുന്നു നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കും. ചിലർ പറയും ആ വൈദികർക്കും സന്യസ്തർക്കും ഒക്കെ വളരെ സുഖമാണെന്ന് പറയും. അത് ഞാൻ എൻ്റെ ഒരു അനുഭവം നമ്മോട് പറയുകയാണ്. ഞാൻ ഈ പ്രാവശ്യം രണ്ടാമത് കാണാനായി 2025 ജനുവരി അവസാനം ഫെബ്രുവരി ആദ്യമാണ്. അപ്പൊ അതിന് പോരുന്നതിന് മുമ്പേ ഞാനും ഞങ്ങളുടെ ഇടവകയിലെ നവീകരണത്തിന്റെ കോർഡിനേറ്ററായ ജോസും കൂടി ഞങ്ങളെ ബഹുമാനപ്പെട്ട ജോസഫ് പുത്തമ്പുരയച്ചൻ എന്ന് കാണാൻ, നമ്മളെ കാപ്പിപ്പൊടി അച്ഛൻ എന്ന് പറയുന്ന അച്ഛനെ ഒന്ന് കാണാൻ വേണ്ടി ഞങ്ങൾ പോവുകയാണ്. ഞങ്ങൾക്ക് അച്ഛനെ പരിചയമുണ്ട്. അപ്പൊ അച്ഛനോട് പറഞ്ഞിട്ട് പോരാന്ന് ഞങ്ങൾ ഉഴവൂരിലുള്ള അച്ഛൻ്റെ ആശ്രമത്തിൽ ചെല്ലുകയാണ്. അവിടെ ചെന്നപ്പോഴേ ആശ്രമത്തിൽ നോക്കിയിട്ട് ആരെയും കാണുന്നില്ല. ഞങ്ങൾ ബെല്ലടിച്ചു, കുറച്ച് സമയം നോക്കിയിരുന്നു. അത് വലിയൊരു സെമിനാരിയാണ്. അപ്പൊ ഞങ്ങൾ ആ സന്ദർശകർക്ക് വേണ്ടിയുള്ള അവിടെ പത്രമൊക്കെ വായിച്ചിരുന്നിട്ട് അച്ഛനെ കാണുന്നില്ല, ആരെയും കാണുന്നില്ല. അന്നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് ഇരിക്കുമ്പോൾ ഒരു മുണ്ടൊക്കെ എടുത്തൊരു ചേട്ടൻ ഞങ്ങൾ ആ വരാന്തയിൽ കൂടെ നടന്നു പോവുകയാണ്. ഞാൻ കൗതുകത്തോടെ നോക്കി. അദ്ദേഹത്തിൻ്റെ തോളത്തും കയ്യിലും തലയിലും ഒക്കെ ആയിട്ട്, കയ്യിലൊരു ബക്കറ്റിലൊക്കെ ആയിട്ട് തുണി, അലക്കി പിഴിഞ്ഞ തുണിയാണ്, വെയിലത്തിൽ അങ്ങോട്ട് പോവാണ്. അപ്പം ഒറ്റയടിക്കാൻ കൊണ്ടുപോകുന്നതായിരിക്കും ഈ ഒത്തിരി തുണി, അദ്ദേഹം മുഴുവൻ തുണിയാണ്. അപ്പം ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി വന്നേച്ച് പറഞ്ഞു, ചേട്ടാ ഞങ്ങൾക്ക് പുത്തമ്പരയച്ചൻ കാണാൻ വന്നതാണ്, ഞങ്ങൾ ഒത്തിരി സമയം അവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഉടനെ അദ്ദേഹം പറഞ്ഞു, അതിനെന്താ, ഞാൻ പുത്തമ്പരച്ചനെ കാണിച്ചു തരാമല്ലോ എന്ന് പറഞ്ഞ് പതുക്കെ ഈ തുണിയൊന്നും താഴെ അത് നേരെ തിരിഞ്ഞ് ഞങ്ങളുടെ നേരെ തിരിഞ്ഞു നിന്നു. അപ്പോഴാണ് ഞങ്ങൾ അനങ്ങാതെ നിന്നു. അത് സാക്ഷാൽ ജോസഫ് പുത്തമ്പരച്ചൻ തന്നെയായിരുന്നു. അച്ഛൻ ആ തുണി കൊണ്ടിട്ടിട്ട് തിരിച്ചു വന്നു. ഞങ്ങൾ ഞങ്ങളിങ്ങനെ സന്യസ്ത ജീവിതമൊക്കെ ഇങ്ങനെയാണെന്ന് പറഞ്ഞു. സന്തോഷത്തോടെ ഞങ്ങളെ സംസാരിച്ചിട്ട് പോരുകയും ചെയ്തു. ഞാൻ പറഞ്ഞു വന്നത്, പലരും പറയും ആ അച്ഛന്മാർക്ക് വളരെ സുഖമാണെന്ന് പറയും. ഞാൻ കണ്ട ഒരു അനുഭവം പറഞ്ഞതാണ്. നമുക്കറിയാം, അനേകം 5 ലക്ഷത്തിൽ പരം വൈദികർ കത്തോലിക്ക സഭയിലുണ്ട്. അതിൽ ഒരു വൈദികനെ ചെറിയൊരു അപാകത ഉണ്ടായാൽ അതിങ്ങനെ പറയുന്നതായിട്ട് ഇങ്ങനെ വ്യക്തികൾ പറയുന്നു, ഇങ്ങനെ മീഡിയകൾ പറയുന്നു. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കണ്ടതും കേട്ടതുമായ സംഭവങ്ങളെ അടുത്ത പ്രാവശ്യം പറയാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.